അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ട് പലവിധ സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസം 3,20,000 ആപത്തുകൾ ഇറങ്ങും എന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേക നിസ്കാരവും ദുആവും നിർവഹിക്കണമെന്നുമുള്ള ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? പരിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ച പ്രത്യേകമായി ആപത്തുകൾ ഇറങ്ങുന്ന ദിവസമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ദിവസത്തെക്കുറിച്ച് ഭയപ്പെടുകയോ അശുഭദിനമായി കാണുകയോ വേണ്ടതില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഇമാം ദൈറബി റഹിമഹുള്ള തൻ്റെ മുജറബാത്ത് എന്ന ഗ്രന്ഥത്തിൽ ചില ആരിഫുകളുടെ വാക്കായി സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ച 3,20,000 ആപത്തുകൾ ഇറങ്ങുന്നതായും അതിൽ നിന്ന് സംരക്ഷണം തേടി 4 റക്അത്ത് നിസ്കാരവും ഒരു പ്രത്യേക ദുആവും നിർദ്ദേശിക്കപ്പെട്ടുള്ളതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 4 റക്അത്തുകളിൽ ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കൗസർ 17 പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് 5 പ്രാവശ്യം, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓരോ പ്രാവശ്യവും ഓതാനും നിസ്കാരശേഷം പ്രത്യേകം ദുആ നിർവഹിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. നിസ്കാരശേഷം നിർവഹിക്കേണ്ട ദുആ ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ യാ ശദീദൽ ഖുവാ വയാ ശദീദൽ മിഹാൽ യാ അസീസ് ذلت لعزتك جميع خلقك اكفني من جميع خلقك يا محسن يا مجمل يا منعم يا مكرم يا من لا إله إلا أنت برحمتك يا أرحم الراحمين. اللهم بسد الحسن وأخيه وجده وأبيه اكفني شر هذا اليوم وما ينزل فيه يا كافي المهمات يا دافع البليات فسيكفيكهم الله وهو السميع العليم وحسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസായോ ഖുർആൻ നിർദ്ദേശമായോ തെറ്റിദ്ധരിക്കരുത്. ഈ നിസ്കാരം അത് നിരുപാധിക സുന്നത്ത് നിസ്കാരം എന്ന നിയ്യത്തോടെ നിർവഹിക്കാവുന്നതാണ്. 2 റക്അത്തായും 4 റക്അത്തായും നിസ്കരിക്കാം. 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്ത് വീതം സലാം വീട്ടുന്നതാണ് ഉത്തമം. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർക്കണം. ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ ആദ്യം ഖളാ ആയ നിസ്കാരങ്ങൾ വീട്ടുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഫർള് ബാധ്യതകൾ അവഗണിച്ച് സുന്നത്തായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിരുപാധിക നിസ്കാരങ്ങൾ തഹരീമിൻ്റെ കറാഹത്തുള്ള സമയങ്ങളായ മക്കയിലെ ഹറമിലല്ലാതെ സുബഹി നിസ്കാര ശേഷം സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് ആകുന്നത് വരെ, രണ്ടാമതായി സൂര്യൻ ഉദിക്കുന്ന സമയം അഥവാ ഉദിച്ചു കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് ആകുന്നത് വരെ, മൂന്നാമതായി അസുർ നിസ്കാര ശേഷം സൂര്യാസ്തമയം വരെ, നാലാമതായി സൂര്യൻ മഞ്ഞയാകുന്ന സമയം മുതൽ അസ്തമാന സമയം വരെ, അഞ്ചാമതായി വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുന്നത് വരെ. ഈ സമയങ്ങളിൽ നിരുപാധിക സുന്നത്ത് നിസ്കാരങ്ങളും പിന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിക്കുന്നത് തഹരീമിൻ്റെ കറാഹത്താണ്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഇത്തരം നിസ്കാരങ്ങൾ നിർവഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രിയമുള്ളവരെ, സഫറിൻ്റെ അവസാന ബുധനാഴ്ചയെ ഭയത്തിൻ്റെ ദിവസമായി കാണേണ്ടതില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, നിസ്കാരം നിർവഹിക്കുക, ദിക്റും ദുആഉം വർദ്ധിപ്പിക്കുക, അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടിക്കൊണ്ട് ചൊല്ലാൻ പറ്റിയ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലുക. ഉദാഹരണത്തിന് ഹസ്ബുനല്ലാഹു നിഅ്മൽ വക്കീൽ, നിഅ്മൽ മൗലാ വ നിഅ്മൻ നസീർ, ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.